ടി.പി. രാമകൃഷ്ണൻ LDF കൺവീനർ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് ടി.പിയുടെ വാർത്താസമ്മേളനം വരുന്നത്. അതിലേക്ക് തത്സമയം. കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി ആരായിരിക്കും? ഇത് സംബന്ധിച്ചുള്ള ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് വേണ്ടി എല്ലാവരും കാത്തുനിൽക്കുകയാണ്. ഇത്രയും ദിവസങ്ങളായിട്ടും ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ ആഭ്യന്തരമായ കാര്യം. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയാണുള്ളത്. ഭരിക്കാൻ ആവശ്യമായത്ര ഭൂരിപക്ഷം. അങ്ങനെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കാനാണ് ജനവിധി. ആ ജനവിധിക്കനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ പ്രവർത്തിക്കാൻ കഴിയും. ജനവിധി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF കേരളം ഭരിക്കണമെന്നാണ്. അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം തന്നെയാണത്. ആ തീരുമാനത്തോട് നീതി പുലർത്താനുള്ള ബാധ്യത കോൺഗ്രസിനും UDF-നും ഉണ്ട്. ജനങ്ങളോട് നീതി പുലർത്താനല്ല, ജനങ്ങളുടെ ജനാധിപത്യ മനസ്സിനോട് നീതി പുലർത്താനുള്ള ബാധ്യത അവർക്കുണ്ട്. ആ ബാധ്യത അവർ നിറവേറ്റുന്നില്ല. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകൃതമായിട്ടില്ലെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗമായി നടക്കേണ്ടുന്ന നിരവധി ഭരണ നടപടികൾ തുടരുകയാണ്. സംഘടനാ ഭാരവാഹികൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് സർക്കാർ ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റം നടത്തി തുടങ്ങി. ഏത് ഗവൺമെന്റ് തീരുമാനപ്രകാരമാണെന്നറിയില്ല. സംഘടനാ ഭാരവാഹികൾ നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ ഇത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് യഥാർത്ഥത്തിൽ നീതിയാണോ? ഒരു സമൂഹത്തോട് കാണിക്കേണ്ടുന്ന രാഷ്ട്രീയമായിട്ട് ഭിന്നതകളൊക്കെ ഉണ്ടായേക്കാം. ഒരു ഗവൺമെന്റ് പോലും രൂപീകരിക്കാത്ത സന്ദർഭത്തിൽ സംഘടനാ ഭാരവാഹികൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ സ്ഥലമാറ്റം നടത്തുന്നു. ചിലർ നിർബന്ധമായി ലീവ് എടുത്തു പോകേണ്ടുന്ന സ്ഥിതി വരെ ചില മേഖലകളിൽ വന്നിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ടുള്ളൊരു വിവരം സപ്ലൈകോയുടെ അരിവിലയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഈ അരിവിലയിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 13 ഇനം സാധനങ്ങൾക്ക് വിലവർദ്ധനവില്ല. പിന്നീട് ഒരിക്കൽ വില വർദ്ധിപ്പിക്കുന്നത് ക്യാബിനറ്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റാണ് തീരുമാനിക്കേണ്ടത്. അതൊന്നും ചെയ്യാതെ സപ്ലൈകോന്റെ ഡിപ്പോയിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അരിക്ക് 2 രൂപ വില കയറ്റി എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അപ്പൊ ഇങ്ങനെ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ അവർ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗവൺമെന്റ് ഇതുവരെ രൂപീകൃതമായിട്ടില്ല. ഗവൺമെന്റ് രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ചില നടപടികൾ അവർ സ്വീകരിക്കുന്നു. ഇത് നീതിപൂർവമല്ല. ഇതൊരു ജനാധിപത്യ സമൂഹത്തിൽ സ്വീകരിക്കേണ്ടുന്ന നടപടികളുമല്ല. അതുകൊണ്ട് അത്തരം നിലപാടുകൾ വളരെ അങ്ങേയറ്റം കടുത്ത പ്രതിഷേധാർഹമാണ്. സ്വാഭാവികമായിട്ടും ഈ നടപടികളെല്ലാം എതിർത്തു പോകേണ്ടി വരും എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ജനക്ഷേമ നടപടികൾ തുടരാനും വികസന പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ന്യായമായ എല്ലാ പ്രശ്നങ്ങളിലും ആവശ്യമായ സഹായം ഇവിടെ നടപ്പിലാക്കിയ ജനക്ഷേമ നടപടികൾ തുടരാൻ എന്ത് പിന്തുണ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്.